ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ്ഹെഡപ്പ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന സീരീസ് പാർട്ട് 2 ആണ് കേട്ടോ. സോ ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന അരിത്മിയാണ്. സോ അരിത്മിയ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ ഓടിച്ചൊന്ന് പറഞ്ഞുതരാം. ഈ പോയിന്റ് കാണുമ്പോൾ, ഈ രണ്ട് പോയിന്റ് കാണുമ്പോൾ ചില ആൾക്കാർക്ക് വലുതൊക്കെ മനസ്സിലാവും, ചിലർക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ആന്റി അരിത്മീയ വെച്ചാൽ ഉണ്ടാവുന്ന സഡൻ ആയിട്ടുള്ള ഒരു കാർഡിയക് ഡെത്ത് ആണ്. ഓക്കെ, ഈ നമുക്ക് ആന്റി അരിത്മിയ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ആന്റി അരിത്മിക് ഡ്രഗ്സുകളുണ്ട്. ഓക്കെ, ഈ രണ്ട് പോയിന്റ് ആണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ പറയുന്നത് abnormal atomicity or impaired conduction or both underlying cardiac arrhythmias, the generation and propagation of cardiac impulse. അപ്പൊ ഇത് കേട്ടിട്ടോ അല്ലെങ്കിൽ ഇത് വായിച്ചിട്ടോ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവൂല. അപ്പൊ ഞാൻ എന്താണ് അരിത്മീയ എന്നുള്ളത് ആദ്യം മുതലേ പറഞ്ഞുതരാം. സോ അരിത്മിയ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഹാർട്ട് ബീറ്റ് അധികമായി അടിക്കുകയോ അല്ലെങ്കിൽ അടിക്കാതിരിക്കുകയോ വളരെ സ്ലോ ആവുകയോ അല്ലെങ്കിൽ ഇറഗുലർ റിതം ഉണ്ടാവുകയോ ആണ് നോർമലി അരിത്മീയ എന്ന കണ്ടീഷൻ. ഇനി എങ്ങനെയാണ് ഈ അരിത്മീയ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞുതരാം. ഈ ഒരു ഇറഗുലർ കണ്ടീഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ ബോഡി വർക്ക് ചെയ്യുന്നത് ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ മെക്കാനിസത്തിലാണ്. എങ്ങനെയാണ്? നമുക്കൊരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് അല്ലെങ്കിൽ നമുക്കൊരു ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഈ ഇമ്പൾസ് കാരണമാണ് നമ്മളെ ബോഡി വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം നമുക്ക് ഹാർട്ടിനുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. സോ ഈ ഇലക്ട്രിക്കൽ സിസ്റ്റമാണ് നമ്മുടെ ഹാർട്ട് റേറ്റും റിതവും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അത് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ നമ്മുടെ ഹാർട്ട് റേറ്റിന്റെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് സെല്ലുണ്ട്. അതെവിടെ ഇരിക്കുന്നത്? അപ്പർ ചേംബർ ഓഫ് ഹാർട്ട് അല്ലെങ്കിൽ റൈറ്റ് ഏട്രിയത്തിലാണ് ഇരിക്കുന്നത്. ആരാണ് പ്രൈമർലി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്? എസ് എ നോഡാണ്. ആരാണ്? എസ് എ നോഡ് അല്ലെങ്കിൽ സിനോ ഏട്രിയൽ നോഡാണ്. അവിടെയാണ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, നാച്ചുറൽ ഹാർട്ട് പേസ് മേക്കർ എന്ന് പറയാം അല്ലെ. അവിടെ നിന്നാണ് ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഫോം ചെയ്യുന്നത്. അത് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യണത് ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് മെക്കാനിസം വഴി അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം വഴിയിട്ടാണ്. അത് എസ് എ നോഡ് വഴിയാണ്. അപ്പൊ ഈ എസ് എ നോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസിൽ ഉണ്ടാവുന്ന എന്താണ് ഈ ഒരു കൂടുകയോ കുറയുകയോ അല്ലെങ്കിൽ ട്രിഗറിങ് ഫാക്ടർ കാരണമാണ് ഈ റൈറ്റ് ഏട്രിയത്തിൽ ഇരിക്കുന്ന ഈ ഒരു പേസ് മേക്കറിൽ നിന്ന് വരുന്ന ഇമ്പൾസിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കാരണം നമ്മുടെ ഹാർട്ട് കുറച്ചടിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ അടിക്കുകയോ അല്ലെങ്കിൽ ഇറഗുലർ റിതം കാണിക്കുകയോ ചെയ്യും. അപ്പൊ ഇതാണ് എന്താണ് ബേസിക്കലി ഉണ്ടാവുന്ന അരിത്മീയയുടെ കോസ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, ഇനി അരിത്മീയയുടെ അണ്ടർലൈൻ കോസുകൾ എന്തൊക്കെയാണ്? അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞത് എന്താണ്, അബ്നോർമൽ ഓട്ടോമാസിറ്റിയും ഇംപെയർഡ് കണ്ടക്ഷൻ പറഞ്ഞു. ഈ രണ്ട് കണ്ടീഷൻ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായെന്ന് തോന്നുന്നു ഏകദേശം. ഇനി അണ്ടർലൈൻ കാർഡിയക് അരിത്മീയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ അബ്നോർമൽ ഓട്ടോമാസിറ്റി എന്നുള്ളത് ഞാൻ ഇച്ചിരി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. സോ ബേസിക്കലി അബ്നോർമൽ ഓട്ടോമസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഉണ്ടാവുന്ന ഒരു നോർമൽ പേസ് മേക്കർ സെല്ല് വഴിയിട്ട് അല്ലെങ്കിൽ ഒരു പേസ് മേക്കർ സെല്ല് എന്ത് ചെയ്യുന്നു, ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ എപ്പോഴാണോ നമ്മുടെ നോർമൽ പേസ് മേക്കർ സെല്ല് അബ്നോർമൽ ആയിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ഇമ്പൾസ് കാരണം അബ്നോർമൽ റേറ്റിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് അബ്നോർമൽ ഓട്ടോമസിറ്റി എന്ന് പറയുന്നത്. അതായത് നോർമലി എസ് എ നോഡ് ആണല്ലോ റെഗുലർ റേറ്റിൽ ഇമ്പൾസ് ഉണ്ടാക്കുന്നത് അല്ലെ. പക്ഷേ വേറെ ഏതെങ്കിലും സെല്ലുകൾ, അതായത് അതിൻ്റെ അടുത്തിരിക്കുന്ന എസ് എ നോഡിന്റെ കൂടെ ഇരിക്കുന്ന വേറെ ഏതെങ്കിലും സെല്ലുകളും കൂടെ എന്ത് ചെയ്യുന്നു, ഈ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും അരിത്മീയക്ക് കാരണമാകാം. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയാം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു എസ് ഐ നോഡിൽ നിന്ന് ഇമ്പൾസ് വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു ഇറഗുലാരിറ്റി വന്നാലും അത് അരിത്മീയക്ക് കാരണമാകുമെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അത് നമുക്കറിയാം. സോ ഇത് ഹാർട്ടിന്റെ അപ്പർ ചേംബർ ഇരിക്കുന്ന എസ് ഐ നോഡാണെന്ന് വെച്ചോ. ഇവിടെ നിന്ന് നോർമലി എന്ത് ചെയ്യുന്നുണ്ട്, ഋതം വന്നുകൊണ്ടേ ഇരിക്കുവാണ്. ഇതിന്റെ കൂടെ തന്നെ അടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സെല്ലും കൂടെ എന്ത് ചെയ്യുന്നു, ഋതം കടത്തിവിടുന്നു അല്ലെങ്കിൽ ഒരു ഇമ്പൾസ് കൊടുത്തുവിടുന്നു. അപ്പൊ അത് കാരണം എന്ത് ചെയ്യുന്നു, നമ്മുടെ ഋതത്തിൽ ഭയങ്കര ചേഞ്ച് ഉണ്ടാവുന്നു, ഭയങ്കര ചേഞ്ച് ഉണ്ടാവുന്നു. ഇതും അരിത്മീയ കാരണമാണ്. ഇനി അതെങ്ങനെ ഉണ്ടാകാം? അപ്പൊ ലൈക്ക് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഇമ്പൾസ് ഉള്ള ഒരാള് അല്ലെങ്കിൽ ഹാർട്ട് ടിഷ്യൂവിൽ എന്തെങ്കിലും ചേഞ്ച് വന്ന ആള്, ലൈക്ക് എന്തെങ്കിലും ഡാമേജ് വന്ന ആൾക്കാർക്കൊക്കെയാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരിക. അപ്പൊ അതായത് ഈ നമ്മുടെ എസ് എ നോഡും ജനറേറ്റ് ചെയ്യും, അതിന്റെ കൂടെ തന്നെ വേറെ ഏതെങ്കിലും സെല്ല്, അത് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, വേറെ ഏതെങ്കിലും സെല്ലും കൂടെ എന്ത് ചെയ്യുന്നു, ഒരു ഇമ്പൾസും കൂടെ ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അബ്നോർമാലിറ്റിയിലേക്ക് പോകും. അതാണ് ഈ അബ്നോർമൽ ഓട്ടോമാസിറ്റി എന്നുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അബ്നോർമലി ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഇംപെയർഡ് കണ്ടക്ഷൻ. ഇംപെയർഡ് കണ്ടക്ഷൻ എന്നൊന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. സോ ബേസിക്കലി നമുക്കറിയാം ഇലക്ട്രിക് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യണം, അത് പെട്ടെന്ന് തന്നെ കണ്ടക്ട് ചെയ്യണം, എന്നാൽ നമ്മുടെ ഹാർട്ട് ബീറ്റിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതെല്ലാവർക്കും അറിയാം. അപ്പൊ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഈ ഇലക്ട്രിക് പാത്വേനെ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലേ ചെയ്യുകയോ
ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് സ്ലോ ആകുമെന്നുള്ളതും എല്ലാവർക്കും അറിയാം അല്ലേ. സോ സ്ലോ ആവുകയോ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിനെ ബ്ലോക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹാർട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുകയോ ഡിലേ ആവുകയോ ചെയ്യാം. സോ ബേസിക്കലി ഇങ്ങനൊരു ഈ ഒരു പാത്വേ ഡാമേജ് ആവുന്നത് ഏതെങ്കിലും ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏജിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് കാരണമാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്, അതായത് നമുക്കൊരു നോർമൽ പാത്വേ ഉണ്ട് ഇമ്പൾസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള, ആ പാത്വേനെ എന്തെങ്കിലും തരത്തിൽ സ്റ്റക്ക് ആവുകയോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ആവുകയോ അല്ലെങ്കിൽ ഡിലേ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു, ഇമ്പൾഡ് കണ്ടക്ഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ. സോ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് അണ്ടർലൈൻ കാർഡിയക് അരിത്മിയ കണ്ടീഷൻ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് പറയേണ്ടത് ജനറേഷൻ ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് കാർഡിയക് ഇമ്പൾസ് എന്താന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ എന്താണ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, ദ ജനറേഷൻ ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് കാർഡിയക് ഇമ്പൾസ്. സോ എന്താണ് ജനറേഷൻ, എന്താണ് പ്രൊപ്പഗേഷൻ എന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ കാർഡിയക് ഇമ്പൾസിൽ എന്താണ് ജനറേഷൻ, എന്താണ് പ്രൊപ്പഗേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി ജനറേഷൻ എവിടെ നിന്നാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞുതരാം. സോ ജനറേഷൻ ഉണ്ടാവുന്നത് എസ് എ നോഡിൽ തന്നെയാണ് ജനറേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, എവിടെ നിന്നാണ്, എസ് എ നോഡിൽ നിന്നാണ്. അവിടെ നിന്ന് ഇലക്ട്രിക് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു. ആ ഇമ്പൾസ് നമ്മുടെ ഹാർട്ടിനെ കൺട്രാക്ട് ചെയ്യാൻ വേണ്ടി ട്രിഗർ ചെയ്യുന്നു. അത് കൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏട്രിൽ നിന്നാണ്, അപ്പർ ചേമ്പറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ എസ് ഐ നോഡിന്റെ ഈ ഒരു ഇമ്പൾസ് സ്റ്റാർട്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലേ. ഇനി നെക്സ്റ്റ് വൺ ഇസ് പ്രൊപ്പഗേഷനാണ് പറയാൻ പോകുന്നത്. ഇനി ഈ ഇമ്പൾസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ എ വി നോഡ് വഴി കടന്നു പോകും. ഈ ഇമ്പൾസ് എന്ത് ചെയ്യുന്നു, എ വി നോഡ് വഴി കടന്നു പോകും. ദ ഇമ്പൾസ് ദെൻ ട്രാവൽ ത്രൂ ദ എ വി നോഡ്. ഇനി അവിടെ നിന്ന് എങ്ങോട്ട് പോകും, ബണ്ടിൽ ഓഫ് ഹിസ്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, ബണ്ടിൽ ഓഫ് ഹിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ബണ്ടിൽ ഓഫ് ഹിസ് കൂടെ കടന്നു പോവുകയായിരിക്കും ചെയ്യേണ്ടാവാം. ആൻഡ് അതിനുശേഷം എങ്ങോട്ടേക്ക് പോകും, പുർക്കുഞ്ചി ഫൈബേഴ്സിലേക്ക് പോകും. എവിടേക്ക് പോകും, പുർക്കുഞ്ചി ഫൈബേഴ്സിലേക്ക് പോകും. പുർക്കുഞ്ചിയോ പർക്കഞ്ചിയോ എന്തുവാണ് നിങ്ങൾ പറഞ്ഞു കേട്ടോ. പർക്കഞ്ചി ഫൈബേഴ്സിലേക്ക് പോകും. അത് തന്നെ അവിടെ നേരെ എവിടെ പോകും, ലോവർ ചേംബറിലേക്ക് പോകും. അപ്പർ ചേംബറിൽ നിന്ന് ലോവർ ചേംബറിലേക്കാണ് ഇമ്പൾസ് പോവേണ്ടത്. എസ് എ നോഡിൽ നിന്ന് വന്നു, അപ്പർ ചേംബർ, അവിടെ നിന്ന് എ വി നോഡിലേക്ക് പോയി, പിന്നെ ബണ്ടിൽ ഓഫ് ഹിസിലേക്ക് പോയി, പുർക്കഞ്ചി ഫൈബേഴ്സിലേക്ക് പോയി, അവിടെ നേരെ ലോവർ ചേംബറിലേക്ക് എത്തി. ഈ ലോവർ ചേംബറിലേക്ക് എത്തി അതുവരെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഈ ഒരു അത് മാത്രമല്ല, ഈ ഒരു കോർഡിനേറ്റഡ് പാത്വേ ആണ് നമ്മുടെ ഏട്രിയ കൺട്രാക്ട് ആവുന്നുണ്ടോ, ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഏട്രിയ കൺട്രാക്ട് ആവുന്നുണ്ടോ, അതായത് വെൻട്രിക്കിൾസ് കൺട്രാക്ട് ആവും മുന്നേ, അല്ലെങ്കിൽ വെൻട്രിക്കിൾസ് എന്ത് ചെയ്യുന്നു, വെൻട്രിക്കിൾസ് കൺട്രാക്ട് ആവുന്നതിന് മുന്നേ നമ്മുടെ ഏട്രിയ തന്നെയാണോ കൺട്രാക്ട് ആവുന്നതെന്നും അല്ലെങ്കിൽ എഫിഷ്യന്റ് പമ്പിങ് ഓഫ് ബ്ലഡ് ഉണ്ടാവുന്നുണ്ടോ എന്നും തീരുമാനിക്കുന്നത് ഇവരാണ്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞപ്പോൾ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അത് നമ്മുടെ ഏട്രിയ ഇല്ലേ, നമ്മുടെ ഏട്രിയ കൺട്രാക്ട് ചെയ്യുന്നതും പിന്നെ ഫർദറിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ടോ എന്ന് തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഈ ഒരു കോർഡിനേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയുന്ന രീതിയാണ് ഈ പ്രൊപ്പഗേഷനകത്ത് ഉള്ളതെന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാലും മതി കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ഒരു ജനറൽ കണ്ടീഷൻ. ഇത് മനസ്സിലാക്കി വെക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ആന്റി അരിത്മിയ ഡ്രഗ്സുകൾ അല്ലെങ്കിൽ അരിത്മിയ ഡ്രഗ്സുകളുടെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. സോ അതിൽ തന്നെ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 ഉണ്ട്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് PSVT, അതായത് പ്രോക്സിമസൽ സുപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ ഡ്രഗ്സുകളും കുറച്ച് കൊടുത്തിട്ടുണ്ട്. സോ അതിനകത്ത് ഓരോ ഡ്രഗ്സുകളുണ്ട്. സോ ഞാൻ 2-3 എക്സാമ്പിൾസ് മാത്രമേ പറയുള്ളൂ. സോ മോഡറേറ്റ്ലി ഡിക്രീസിങ് എ ആണെങ്കിൽ ക്യൂനഡിൻ, ആൻഡ് ലിറ്റിൽ ഡിക്രീസിങ് എങ്കിൽ ലിഡോക്കെയിൻ, ആൻഡ് മാർക്ഡ് ഡിക്രീസ് എങ്കിൽ പ്രൊപ്പഫെനോൺ ആണ്. ആൻഡ് PSVT എങ്കിൽ അഡിനോസിനും ഉണ്ട്, ഡിജോക്സിനും ഉണ്ട്. ഇനി ക്ലാസ് 2 ആണെന്നുണ്ടെങ്കിൽ പ്രൊപ്പനോൾ ലോളിൽ വരും കേട്ടോ, എസ്മെനോൾ ആണ്. ആൻഡ് ക്ലാസ് 3 ആണെങ്കിൽ ഏജന്റ് വൈഡനിങ് ദ ആക്ഷൻ ഓഫ് പൊട്ടൻഷ്യൽ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. സോ അതിൽ ഡൊഫിറ്റിലൈഡ് ആൻഡ് ഇബിറ്റിലൈഡ് ആണ്. ആൻഡ് ക്ലാസ് 4 കാൽഷ്യം ചാനൽ ബ്ലോക്കർ ആണ്. വരാപ്പമൈൽ, ഡിൽറ്റിയാസം, അതൊക്കെയാണ് കേട്ടോ എക്സാമ്പിൾസ്. സോ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ത്രിപാത്തി തന്നെ ഫോളോ ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഫേസിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയയും കൂടെ കിട്ടും. ഞാൻ ഫേസ് തരത്തിൽ തരംതിരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. ഇനി ക്യൂനഡിൻ നോക്കാം. സോ ക്യൂനഡിൻ ആണെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ദ ഡെക്സ്ട്രോ ഐസോമർ ഓഫ് ദി ആന്റി മലേറിയൽ ആൽക്കലോയിഡ് ക്യുനൈൻ ഫൗണ്ട് ഇൻ സിങ്കോണ ബാർക്ക്. നമ്മുടെ സിങ്കോണ ബാർക്കിലുള്ള ക്യുനൈൻ്റെ എന്താണ്, ഡെക്സ്ട്രോ ഐസോമർ ആണ്. ഓക്കെ, സോ ക്യൂനഡിൻ ഈസ് യൂസ് ടു ട്രീറ്റ് ദ സർട്ടൻ ടൈപ്പ് ഓഫ് ഇറഗുലർ ഹാർട്ട് ബീറ്റ്സ്. ക്യൂനഡിൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ് ആണ്. ഇനി ക്യൂനഡിൻ ഈസ് ഇൻ എ ക്ലാസ് ഓഫ് മെഡിക്കേഷൻ കോൾഡ് ആന്റി അരിത്മിക് മെഡിക്കേഷൻ. സോ ക്യൂനഡിൻ എന്താണ്, ഒരു ക്ലാസ് ഓഫ് മെഡിക്കേഷൻ ആണ്, ആന്റി അരിത്മിയ മെഡിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. സോ ഞാൻ ഓൾറെഡി എന്തൊക്കെ പറഞ്ഞു, ഒന്ന് ഡെക്സ്ട്രോ ഐസോമർ ആണ് ക്യൂനഡിൻ, അല്ലെ ആന്റി മലേറിയൽ ആൽക്കലോയിഡ്
തൈറോയിഡിന്റെ പറഞ്ഞു. രണ്ടെന്ന് പറഞ്ഞാൽ ക്യൂനിഡിൻ എന്താണ്, ഇറഗുലർ ഹാർട്ട് ബീറ്റ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ ക്ലാസ് ഓഫ് മെഡിസിൻ ആന്റി അരിത്മിയ മെഡിക്കേഷനകത്താണ് ക്യൂനിഡിൻ വരുന്നത്. ഓക്കെ, നമ്മൾ പറയാൻ പോകുന്ന ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഓഫ് ക്യൂനിഡൈൻ ആണ്. സോ ഈ ഫാർമക്കോളജിക്കൽ ആക്ഷൻ പറയുമ്പോൾ കുറച്ചൊന്ന് നമ്മൾ വലുതായിട്ടൊന്ന് ചിന്തിക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഹാർട്ടിന്റെ ഒക്കെ അനാട്ടമിക്കൽ സ്ട്രക്ചർ പഠിച്ചിട്ട് അതിന്റെ ഒരു രീതിയൊക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് സത്യം പറഞ്ഞാൽ CVS നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഓടിച്ച് പറഞ്ഞു എനിക്ക് അതേ ഇവിടെ പറ്റത്തുള്ളൂ കേട്ടോ. സോ ബേസിക്കലി നമ്മൾ ഫസ്റ്റ് റാപ്പിഡ് സോഡിയം ചാനൽ ബ്ലോക്കേഡ് ആണ് ഫസ്റ്റ് ക്യൂനിഡിൻ ചെയ്യുന്നത്. എന്താണ് റാപ്പിഡ് സോഡിയം ചാനൽ ബ്ലോക്കേഡ്? നിങ്ങൾ അതുപോലെ പഠിക്കുകയോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി വെക്കുകയോ ചെയ്യുക കേട്ടോ. ഇവിടെ Na+ ആണ്, ഇവിടെ IN എന്ന് പറയുന്നത് Na+ ആണ് കേട്ടോ. സോ സോഡിയം ചാനൽ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇനിഷ്യൽ ഫേസിൽ നമ്മുടെ ഒരു കാർഡിയാക് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്ന ഒരു ഇനിഷ്യൽ ഫേസിൽ അവിടെ റാപ്പിഡ് ഇൻഫ്ലക്സ് ഓഫ് സോഡിയം അയൺസ് എന്ത് ചെയ്യുന്നു, ഹാർട്ട് സെൽസിലേക്ക് പോകുന്നു. അതായത് നമ്മുടെ ഹാർട്ട് സെൽസിലേക്ക് സോഡിയം അയോൺസുകൾ എന്ത് ചെയ്യുന്നു, ഇറങ്ങി ചെല്ലുവാണ് ചെയ്യുക. അത് കാരണമാണ് ഡീപോളറൈസേഷൻ ഉണ്ടാകുന്നതും നമുക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടാക്കുന്നതും. ഇത്രയേ ഉള്ളൂ. സോഡിയം ഹാർട്ടിന്റെ സെൽസിലേക്ക് പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, നമുക്ക് ഹാർട്ട് റേറ്റ് ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്നതും നമുക്ക് റാപ്പിഡ് ഇൻഫ്ലക്സ് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ടാക്കുന്ന സാധനത്തിനെ അല്ലെങ്കിൽ അതിനു വേണ്ടി കോസ് ആവുന്ന ഈ ഒരു സോഡിയം ചാനലില്ലേ അതിനെ കയറി എന്തുന്നു, ഈ ക്യൂനിഡിൻ കയറി ബ്ലോക്ക് ചെയ്യുന്നു. ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതിന്റെ സ്പീഡും എക്സ്റ്റൻഷൻ ഓഫ് ഡീപോളറൈസേഷൻ ഫേസും കുറയുവാണ് ചെയ്യുക. അതായത് ഇത് നമ്മുടെ ഹാർട്ടാന്ന് വെച്ചോളൂ. ഓക്കെ, സോ ഹാർട്ട് സെൽസിലേക്ക് സോഡിയം ചാനൽ വഴിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സോഡിയം ഹാർട്ടിലേക്ക് എത്തുന്നത്. ഓക്കെ അല്ലേ? സോ ഇനിഷ്യൽ ഫേസ് ഓഫ് കാർഡിയാക് ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ റാപ്പിഡ് ഇൻഫ്ലക്സ് ഓഫ് സോഡിയം അയോൺ ഇൻ ടു ഹാർട്ട് സെൽ. നമ്മുടെ ഹാർട്ട് സെല്ലിലേക്ക് സോഡിയം അയോൺസ് എത്തണം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഹാർട്ട് ലബ്ഡപ്പ് അടിക്കുകയുള്ളൂ. അതായത് നമ്മുടെ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ അല്ലേ? സോ ഇത് മനസ്സിലായി. ഇനി ഈ ഒരു സോഡിയം നമ്മുടെ ഹാർട്ടിന്റെ സെൽസിലേക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന് ഡീപോളറൈസേഷൻ, രണ്ട് ഹാർട്ട് റേറ്റ്. ഞാൻ പറഞ്ഞ പോലെ രണ്ടത് ഹാർട്ട് റേറ്റും ഉണ്ടാവും. ഓക്കെ, ഈ രണ്ട് സാധനം ഉണ്ടാവും. അപ്പം ഈ സോഡിയം ചാനലിനെ ബ്ലോക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് സാധനം എന്ത് ചെയ്യും, എക്സ്റ്റെൻഡ് ചെയ്യും. നമുക്ക് അതാണല്ലോ വേണ്ടത്. അല്ലാതെ നമ്മുടെ ഹാർട്ട് പെട്ടെന്ന് ഇരിക്കാൻ പാടില്ലല്ലോ. അത് അധികമായി ഉണ്ടാവുന്ന ഇമ്പൾസിനെ കുറയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഓഫ് ഓൾ സോഡിയം ചാനൽ എന്ത് ചെയ്യുന്നു, സോഡിയം ചാനലിനെ ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, സ്ലോ ആയിട്ട് അല്ലെങ്കിൽ അബ്നോർമൽ ഇമ്പൾസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ക്വിക്ലി എന്ത് ചെയ്യില്ല, അങ്ങോട്ടേക്ക് പോവില്ല എന്നുള്ളതാണ്. നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? മനസ്സിലല്ലേ? ഇപ്പോൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ക്യൂനിഡിൻ ഓൾസോ റെഡ്യൂസ് റീപോളറൈസിങ് K+ കറണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സോ K+ കറണ്ടിനെയും എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചാൽ മതിയാവും. സോ ഞാൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ക്യൂനിഡിൻ ആണെങ്കിൽ നമ്മുടെ പൊട്ടാസ്യം കറണ്ടിനെ ഇമ്പയർ ചെയ്യുകയാണ് ചെയ്യുക. സോ ബേസിക്കലി നമ്മുടെ റീപോളറൈസേഷൻ ഫേസ്, അതായത് നമ്മുടെ കാർഡിയാക് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്ന റീപോളറൈസേഷൻ എഫക്റ്റിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഫേസിനെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇമ്പയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹാർട്ട് റെസ്റ്റിംഗ് ഫേസിലേക്ക് ഓരോ ഹാർട്ട് ബീറ്റ് കഴിഞ്ഞിട്ട് പോകുന്ന റെസ്റ്റിംഗ് ഫേസിനെയാണ് അവിടെ ഇമ്പയർ ചെയ്യുന്നത്. ഇനി അതിൽ തന്നെ ഒന്ന് റീപോളറൈസിങ് K+ കറണ്ട്, അതായത് അവിടെ എന്താന്ന് വെച്ചാൽ ക്യൂനിഡിൻ എന്ത് ചെയ്യുന്നു, ഈ റീപോളറൈസേഷനെ ഡിലേ ചെയ്യുന്നു. എന്താണ് റീപോളറൈസേഷനെ ഡിലേ ചെയ്യുന്നു? അതിന്റെ ബാക്കിലുള്ള പ്രിൻസിപ്പിൾ പറയുവാണെങ്കിൽ റാപ്പിഡും സ്ലോയുമായിട്ടുള്ള ഈ ഒരു കമ്പോണൻസിനെ ഈ പൊട്ടാസ്യം കറണ്ട് റെക്ടിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്, ഡിലേ റെക്ടിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്, അത്രയും നമുക്ക് പോകണ്ട. സോ രണ്ടാമത്തത് ഇൻവാർഡ് റെക്ടിഫൈഡ് പൊട്ടാസ്യം കറണ്ട്. എന്താണ് ഇൻവാർഡ് റെക്ടിഫൈഡ് പൊട്ടാസ്യം കറണ്ട് ആണ്. ഇവിടെ എന്താന്ന് വെച്ചാൽ ഹാർട്ടിന്റെ എക്സൈറ്റബിലിറ്റിനെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഓൾട്ടർ ചെയ്യുന്നു. ക്യൂനിഡിൻ എന്ത് ചെയ്യുന്നു, ഹാർട്ടിന്റെ എക്സൈറ്റബിലിറ്റിനെ എവിടെയെങ്കിലൊക്കെ നോട്ട് ചെയ്തോ കേട്ടോ, എക്സൈറ്റബിലിറ്റിനെ എന്ത് ചെയ്യുന്നു, ഓൾട്ടർ ചെയ്യുന്നു. ഇനി രണ്ടാമത്തത് ട്രാൻസിയൻ ഔട്ട്വേർഡ് പൊട്ടാസ്യം കറണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റീപോളറൈസേഷൻ പ്രോസസ്സിനെ ഫർദർലി മോഡിഫൈ ചെയ്യുന്നു. അതായത് റീപോളറൈസേഷൻ പ്രോസസ്സിനെ മോഡിഫൈ ചെയ്യുന്നു. അപ്പം എത്ര കാര്യങ്ങളായി? ഒന്ന് റീപോളറൈസേഷൻ ഡിലേ ചെയ്യുന്നു, രണ്ട് എക്സൈറ്റബിലിറ്റി അല്ലെ, എക്സൈറ്റബിലിറ്റിനെ ഓൾട്ടർ ചെയ്യുന്നു, ഇനി റീപോളറൈസേഷൻ എന്ത് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് പൊട്ടാസ്യം കറണ്ട് വഴി ചെയ്യുക. അപ്പം നിങ്ങൾ ഈ ഒരു പോയിന്റ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നില്ല. അപ്പം ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റീപോളറൈസേഷൻ ഡിലേ ചെയ്യുന്നു, എക്സൈറ്റബിലിറ്റിനെ എന്ത് ചെയ്യുന്നു,
ചെയ്യുന്നു, എക്സൈറ്റബിലിറ്റിനെ മോഡിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യുന്നു, ആൻഡ് രണ്ടാമത് റീപോളറൈസേഷനെ മോഡിഫൈ ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ 3 ടേമുകൾ മാത്രം കാണാതെ പഠിച്ചാലും മതി. ഇനി അത് മാത്രമല്ല കാൽഷ്യവും സോഡിയത്തിന്റെയും കറണ്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പയർ ചെയ്യുന്നുണ്ട്. ഇനി കാൽഷ്യം സോഡിയത്തിന്റെയും കറണ്ട് ഇമ്പയർ ചെയ്യുന്നുണ്ട്. എന്താണ് ഉപയോഗം എന്ന് പറഞ്ഞുതരാം. സോ കാൽഷ്യം കറണ്ടിനെയാണ് നമ്മൾ എൽ ടൈപ്പ് കാൽഷ്യം കറണ്ടിനെയാണ് ഇമ്പയർ ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഈ സെർട്ടൈൻ അരിത്തീമിയ ഒരുപാട് രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഡിക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ഹാർട്ട് മസിൽ, നമ്മുടെ ഹാർട്ട് മസിലിന്റെ സ്ട്രെങ്ത്തിനെ കുറയ്ക്കുകയും അത് മാത്രമല്ല മസിൽ കൺട്രാക്ഷനെ, അതായത് മസിലിന്റെ ഒരു കൺട്രാക്ഷൻ ഉണ്ടാവുമല്ലോ, അതിനെയും കുറയ്ക്കുകയും ചെയ്യും, ആൻഡ് ഹാർട്ട് റേറ്റ് കുറയ്ക്കുകയും ചെയ്യും. ഹാർട്ട് റേറ്റ് കുറയ്ക്കുക ആൻഡ് മസിൽ കൺട്രാക്ഷൻ കുറയ്ക്കുക, ഡിക്രീസ് ദ ഹാർട്ട് മസിൽ സ്ട്രെങ്ത്തും കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഡിക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ഹാർട്ട് മസിൽ കൺട്രാക്ഷൻ ആൻഡ് സ്ലോ ദ ഹാർട്ട് റേറ്റ്. ആ ഒരു ഹാർട്ട് മസിലിന്റെ കൺട്രാക്ഷന് അല്ലെങ്കിൽ ഹാർട്ട് മസിലിനെ കുറച്ചുകൊണ്ട് കൺട്രാക്ഷനും കുറച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് ഫർദർലി ഹാർട്ട് റേറ്റിനെ ആക്കാണ്ട് സ്ലോ ആക്കി കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി സോഡിയം ആണ് പറയുന്നതെങ്കിൽ അവിടെ എന്താന്ന് വെച്ചാൽ റെഡ്യൂസ് ചെയ്യും, നമ്മുടെ നോർമലൈസിങ് പൊട്ടൻഷ്യൽ ഡ്യൂറേഷൻ ഉണ്ടാവുമല്ലോ, നമുക്കൊരു നോർമൽ പൊട്ടൻഷ്യൽ ഡ്യൂറേഷൻ ഉണ്ടാവുമല്ലോ, അതിനെ കുറക്കുവാണ് ചെയ്യുക. നോർമൽ പൊട്ടൻഷ്യൽ ഡ്യൂറേഷനെ കുറയ്ക്കുവാണ് ചെയ്യുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളും തോന്നും, പക്ഷെ ജസ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ ഈ ഒരു പോയിന്റ് ഇതുപോലെ കാണേണ്ടി പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയൊക്കെയാണ് പ്രോസസ്സ് നടക്കുക എന്നുള്ളത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടായിരിക്കും കേട്ടോ. ഇനി അത് മാത്രമല്ല ഡോസ് പറയാം. ഓറൽ ഇമ്മീഡിയറ്റ് റിലീസ് ടാബ്ലറ്റ് ആണ്, നമ്മൾ വായിലിട്ട് പെട്ടെന്ന് റിലീസ് ആവുന്ന ടാബ്ലറ്റ് ആണ് നമ്മൾ ഈ ക്യുനോഡിനിൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. സോ ഇൻഡിക്കേഷൻ ഉണ്ട്, റെഗുലർ ഹാർട്ട് ബീറ്റ്സ്, കാർഡിയക് അരിത്തീമിയ, ട്രീറ്റ്മെന്റ് ഓഫ് സിവിയർ മലേറിയ. സോ ഇറഗുലർ ഹാർട്ട് ബീറ്റ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്, കാർഡിയക് അരിത്തീമിയ ഉള്ളവർക്ക് കൊടുക്കാറുണ്ട്, ആൻഡ് സിവിയർ മലേറിയ ഉള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ നോക്കാൻ പോകുന്ന കോൺട്രാ ഇൻഡിക്കേഷൻസ് ആണ്. സോ പല കോൺട്രാ ഇൻഡിക്കേഷൻസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. എന്താ ഹൈപ്പർ സെൻസിറ്റിവിറ്റി? അതായത് നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻസ് റിലേറ്റഡ് ടു ക്യുനോഡിൻ അല്ലെങ്കിൽ ക്യൂനൈൻ. അതായത് ബേസിക്കലി നമ്മൾ ഈ ഗുളിക കഴിക്കും, പെട്ടെന്ന് നമുക്ക് ഒരു അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവും. സോ നോൺ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് എക്സ്പെക്ടഡ് ആണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാവും എന്നുള്ളത് നോൺ ആണ്. സോ ഒരു അലർജി കണ്ടീഷൻ, ഒരു സിവിയർ അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകാം. 2 ത്രോംബോസൈറ്റോപീനിയ പർപ്യൂറ ഹെക്സ്, ക്യുനോഡിൻ ഓർ ക്യുനൈൻ അസോസിയേറ്റഡ് ആണ്. സോ ബേസിക്കലി ക്യുനൈഡിനോ അല്ലെങ്കിൽ ക്യുനൈൻ അസോസിയേറ്റഡ് ഉള്ള ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാവും. സോ ഇത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ലോ പ്ലേറ്റ്ലെറ്റ്, ബ്ലഡിൽ ലോ പ്ലേറ്റ്ലെറ്റ് ഉണ്ടാവും, അത് കാരണം ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ബ്രൂസിങ്ങോ ഉണ്ടാവും. ഉണ്ടാവും, നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുവാണ് ചെയ്യുക. സോ അറിയാലോ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞാൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അപ്പം അത് കൊടുത്താൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും. ഇനി മൈസ്തീനിയ ഗ്രാവിസ് ആണ്. മൈസ്തീനിയ ഗ്രാവിസ് എന്താണ്? ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്, അല്ലെ? ഓട്ടോ ഇമ്യൂൺ ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. നമ്മുടെ സ്കെൽറ്റൽ മസിലൊക്കെ വീക്കൻ ചെയ്യുന്ന സാധനമാണ് മൈസ്തീനിയ ഗ്രാവിസ്. സോ നോർമലി നമ്മുടെ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ ആക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്, ഒരു വേഴ്സൺ സിംറ്റം തന്നെയാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഇൻട്രാവെൻട്രിക്കുലർ കണ്ടക്ഷൻ ഡിഫക്ട്. ഇൻട്രാവെൻട്രിക്കുലർ കണ്ടക്ഷൻ ഡിഫക്ട് പേര് പറയുന്നത് പോലെ തന്നെ അബ്നോർമാലിറ്റി ഉള്ള അല്ലെങ്കിൽ അബ്നോർമാലിറ്റീസ് ഉള്ള ഇലക്ട്രിക് കണ്ടക്ഷൻ പാത്വേ ഉണ്ടാവുന്നു. എവിടെ? വെൻട്രിക്കിൾസിൽ. അതാണ് ഇൻട്രാ വെൻട്രിക്കുലർ കണ്ടക്ഷൻ ഡിഫക്ട്. നമ്മുടെ വെൻട്രിക്കിൾസിൽ അബ്നോർമാലിറ്റി ഉള്ള ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ പാത്വേ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്ന കംപ്ലീറ്റ് എ വി ബ്ലോക്ക് വിത്ത് ജംഗ്ഷൻ റിതമാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഒരു എ വി നോഡ് ഇമ്പയർമെന്റ് ഉള്ള അല്ലെങ്കിൽ ഒരു എ വി നോഡ് ബ്ലോക്ക് ഉള്ള ഒരു മനുഷ്യൻ എന്ന് വിചാരിച്ചോളൂ. അപ്പൊ എ വി ബ്ലോക്ക്, ഏട്രിയോ വെൻട്രിക്കുലർ ബ്ലോക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരുടെ ഹാർട്ട് ഓൾറെഡി അടിച്ചു പോയിരിക്കുക അല്ലെങ്കിൽ ഇമ്പയർഡ് ആണ്. ആ സമയത്ത് നമ്മൾ ക്യുനോഡിൻ കൊടുക്കുവാണ്. ക്യുനോഡിൻ എന്താ ചെയ്യുക? എക്സ്ട്രാ ഉണ്ടാവുന്ന ഹാർട്ട് റേറ്റ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ അൺഈവൻ ആയിട്ടുള്ള ഹാർട്ട് റിതം കുറയ്ക്കുകയോ ചെയ്യും. അപ്പോൾ ഓൾറെഡി ബ്ലോക്കഡ് ആണ്. അപ്പൊ അതിന്റെ കൂടെ ക്യുനോഡിൻ കൂടെ കൊടുക്കുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? എല്ലാം കൂടെ അടിച്ചു പോകും ആ ഒരു പരിപാടി. ഓക്കെ, ഇനി കംപ്ലീറ്റ് എ വി ബ്ലോക്കേജ് വിത്ത് ഇഡിയോ വെൻട്രിക്കുലർ റിതമാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കണ്ടീഷൻ തന്നെ, സിമിലർ തന്നെയാണ്. ഇവിടെ എന്താണ്? നോർമൽ റിതം, അതായത് നോർമൽ റിതം എന്തെന്നു സ്ലോ അല്ലെങ്കിൽ അധികം റിതത്തിന് ഇപ്പൊ സ്ലോ ആക്കി കൊണ്ടുവരികയാണ് ചെയ്യുക. അതിന്റെ കൂടെ ക്യുനോഡിൻ കൂടെ കൊടുത്തു കഴിയുമ്പോൾ എന്തെന്നു വീണ്ടും ആ ഒരു സെയിം കണ്ടീഷൻ ഒരു ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇനി കൺജക്റ്റിയൽ ലോങ് ക്യൂറ്റി സിൻഡ്രം, ഇത് ഇവിടെ സി ഉണ്ട് കേട്ടോ, കൺജക്റ്റിൽ ലോങ് ക്യൂറ്റി സിൻഡ്രം ആണ്. സോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സഡൻ ആയിട്ടുള്ള അൺകൺട്രോളബിൾ ആയിട്ടുള്ള അരിത്മിയ, അതായത് ഒരു ഹാർട്ട് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ ഡിസോർഡറിനെയാണ് നമ്മൾ കൺജക്റ്റിൽ ലോങ് ക്യൂറ്റി സിൻഡ്രം എന്ന് പറയും. ഒരു സഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഹാർട്ട് ഇലക്ട്രിക്കൽ സിസ്റ്റം ലീഡ് ചെയ്യും. അതായത് എന്താണ്? ഒരു അൺകൺട്രോളബിൾ അരിത്മിയ ഉണ്ടാവുകയാണ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല ക്യുനോഡിൻ എന്ന് വെച്ചാൽ ക്യൂറ്റി ഇന്റർവൽ ഉണ്ടാവും.
ഉണ്ടാവുമല്ലോ ക്യൂറ്റി ഇന്റർവെൽ എന്ത് ചെയ്യുന്നു, ഫർദർലി പേഷ്യന്റിൽ പ്രൊലോങ് ചെയ്യിപ്പിക്കുകയാണ്. അതൊരു ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ ആണ്. ഈ നെക്സ്റ്റ് വൺ ഇസ് അൺകൺട്രോൾഡ് അല്ലെങ്കിൽ അൺകറക്റ്റഡ് ഇലക്ട്രോലൈറ്റ് അബ്നോർമാലിറ്റി ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബോഡിയിലെ പൊട്ടാഷ്യം, മെഗ്നീഷ്യം, കാൽഷ്യം ലെവലൊക്കെ നമ്മുടെ ഹാർട്ടിന് ഒരുപാട് രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റഡ് ആയിരിക്കണം. അൺകൺട്രോളബിൾ ആണെങ്കിൽ ഒരുപാട് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ല എന്തൊക്കെയാണ് കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന്. അപ്പം നമ്മൾ എപ്പോഴും CVS പഠിക്കുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കണം, ഇല്ല നമുക്ക് ഒന്നൊന്നര പണി കിട്ടും കേട്ടോ. Atherosclerosis occurs when the blood vessel that carry oxygen nutrient from the heart to the rest of the body become thickened or stiff, sometimes restricting blood flow to the organ and tissue. അപ്പോൾ ഈ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. സ്റ്റിഫ് ആയിട്ട് ബ്ലഡ് ഒന്നും കടത്തിവിടില്ല, ബ്ലഡ് ദാറ്റ് ക്യാരി ഓക്സിജൻ ന്യൂട്രിയൻസിനെ കടത്തിവിടുന്നില്ല. ഓക്കെ. Atherosclerosis is the buildup of fat, cholesterol and other substance in and on the artery walls. നമ്മുടെ ആർട്ടറി വോൾസിലായിരിക്കും എന്തുണ്ടാവുക, ഇതുവരെ ബിൽഡപ്പ് വരിക കേട്ടോ. ദിസ് ബിൽഡപ്പ് ഈസ് കോൾഡ് പ്ലാക്ക്. ഇതിനാണ് നമ്മൾ പ്ലാക്ക് എന്ന് പറയുക. പ്ലാക്ക് ക്യാൻ കോസ് ഏട്രിയൽ ടു നാരോ, ബ്ലോക്കേജ് ബ്ലഡ് ഫ്ലോ. അതായത് ഈ ഒരു പ്ലാക്ക് കാരണം ഒരു ബ്ലോക്കേജ് ഉണ്ടാവുകയും ബ്ലഡ് ഫ്ലോ ഉണ്ടാവാതെ ഇരിക്കുകയും ചെയ്യുന്നു. പ്ലാക്ക് ക്യാൻ ഓൾസോ ബേഴ്സ് ലീഡിങ് ടു ബ്ലഡ് ക്ലോട്ട്. ഈ പ്ലാക്ക് പൊട്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ബ്ലഡ് ക്ലോട്ട് വേണമെങ്കിൽ ഫോം ചെയ്യാം എന്നുള്ളതാണ്. ഒരു സിമ്പിളാണ്, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ സിംറ്റം ചെസ്റ്റ് പെയിൻ, വീക്കൻ ഇൻ യുവർ ആം ഓർ ലെഗ്സ്, ഹൈ ബ്ലഡ് പ്രഷർ ഓർ കിഡ്നി ഫെയിലിയർ ആണ്. അപ്പൊ നടക്കുമ്പോൾ നമുക്ക് ചെസ്റ്റ് പെയിൻ വരിക, നമുക്ക് ഓടുമ്പോൾ ചെസ്റ്റ് പെയിൻ വരിക, എപ്പോഴും നമുക്ക് ചെസ്റ്റ് പെയിൻ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ് അഥീറോസ്ക്ലെറോസിസ് ചെയ്യാം. സോ ഇതിനകത്തുള്ള ഡ്രഗ്സുകളൊക്കെ നമുക്ക് അറിയാവുന്ന കുറച്ച് ഡ്രഗ്സുകൾ തന്നെയാണ്. സോ ഫസ്റ്റ് വൺ ഈസ് കാൽഷ്യം ചാനൽ ബ്ലോക്കർ ആണ്. അപ്പം വിച്ച് ബ്ലോക്ക് ദ കാൽഷ്യം ചാനൽ ഇൻ ടു മയോകാർഡിയം ആൻഡ് ദിയർബൈ റെഡ്യൂസിങ് കോൺട്രാക്റ്റബിലിറ്റി ഓഫ് മയോകാർഡിയം. സോ എക്സ്ഫെനൈൽ ആൽക്കലാമൈൻ ആൻഡ് ബെൻസോതയാപെൻറ്റേൻ ആൻഡ് ഡൈഹൈഡ്രോപിരിഡീൻസ് ആണ്. സോ എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ ഈസ് വാസോഡൈലേറ്റേഴ്സ് ആണ്. സോഡിയം നൈട്രോപ്രോസൈഡ് ആൻഡ് മിനോക്സിൽ ആൻഡ് ഫെനോളഡൈൻ ആൻഡ് ഡയോക്സൈഡ് ആണ്. സോ നമ്മൾ ഓൾറെഡി പഠിച്ച കുറച്ച് ഡ്രഗ്സുകൾ തന്നെയാണ്. സോ നമുക്ക് അഥീറോസ്ക്ലെറോസിന് സ്പെസിഫിക്കലി കൊടുക്കുന്ന കുറച്ച് ഡ്രഗ്സ് ആണ്. ത്രിപാദ് തന്നെ നോക്കുക കേട്ടോ. ഡയൂററ്റിക്സ് ഉണ്ട്. സോ ലൂപ്പ് ഡയൂററ്റിക്, പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്, ഓസ്മോട്ടിക് ഡയൂററ്റിക്സ് ആണ്. AC ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് എക്സാമ്പിൾസ് അറിയാം. ആൻജിയോടെൻസിൻ, AT1 റിസപ്റ്റർ ബ്ലോക്കേഡ് ഉണ്ട്. ലൊസാർട്ടൻ, ടെൽമിസാർട്ടൻ, മെൽവേനിയം ആൻഡ് വസാൾട്ടൻ ആൻഡ് സിമ്പത്തറ്റിക് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ആൽഫ ബീറ്റ അഡ്രെനർജിക് ബ്ലോക്കേഴ്സ് എല്ലാം ലോൾ ആണ്. ആൻഡ് ആൽഫ അഡ്രെനർജിക് ബ്ലോക്കേഴ്സ് ഉണ്ട്. പ്രസോസിൻ, ഡോക്സോസിൻ ആൻഡ് ബീറ്റ അഡ്രെനർജിക് ബ്ലോക്കേഴ്സ് അറ്റനോൾ, മെറ്റോപ്രോൾ, ടിമിലോൾ ഇവിടെയും ലോൾ ആണ്. തിരിഞ്ഞു പോകല ഡ്രഗ്സ് ശ്രദ്ധിച്ചോണേ. സെൻട്രൽ സിമ്പതലൈറ്റിക് ആണ്. മീഥൈൽ ഡോപ്പ, റെസർപിൻ ആൻഡ് ക്ലോണ്ടിൻ. അപ്പോൾ ഈ ഡ്രഗ്സുകൾ നിങ്ങളൊന്ന് നോക്കോട്ടെ, എങ്ങനെയൊക്കെയാണ് ഡ്രഗ്സുകൾ പോകുന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓൾറെഡി നമ്മൾ പഠിപ്പിച്ച ഡ്രഗ്സ് ആണ്. അപ്പോൾ അതാണ് ഞാൻ കൂടുതൽ ഇന്നും കൂടെ സ്റ്റിക്ക് ഓൺ ചെയ്യാത്തത്. കാരണം നിങ്ങൾക്ക് അതിന്റെ ആക്ഷൻസും കാര്യങ്ങളും അറിയാം, എക്സാമ്പിൾസ് പഠിക്കാം. ഇതിലുള്ള എക്സാമ്പിൾസിനെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ പഠിച്ചോളൂ. പിന്നെ ത്രിപാദിയും കൂടെ ഒന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്തോ കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് കൺജക്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. സോ ഹാർട്ട് ഫെയിലിയർ എന്താണ് എന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇനി എക്സാക്ട് കാര്യം പറയാൻ പോകാം കേട്ടോ. ഹാർട്ട് ഫെയിലിയർ ഓർ കൺജക്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഈസ് എൻ അബ്നോർമൽ കണ്ടീഷൻ ഇൻവോൾവിംഗ് ഇംപെയർ കാർഡിയക് പമ്പിംഗ്. സോ കാർഡിയക് പമ്പിംഗ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ആയിട്ട് പോവില്ല, അല്ലെങ്കിൽ ഹാർട്ട് ഫെയിൽ ആവുന്ന ഒരു കണ്ടീഷനാണ്. ഇൻ ദിസ് കണ്ടീഷൻ ഹാർട്ട് ഈസ് ഫെയിൽ ടു പമ്പ് ദ സഫിഷ്യന്റ് ബ്ലഡ് ടു അവർ ഓർഗൻ ഡ്യൂ ടു ലെസ് ന്യൂട്രിയൻ ആൻഡ് ഓക്സിജൻ സപ്ലൈ ടു മയോകാർഡിയൽ ഡിസ്ട്രക്ഷൻ. അതായത് നമ്മുടെ കാർഡിയക് മസിൽ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ നമ്മളെ ബ്ലഡ് ഫ്ലോ ഒന്നും പ്രോപ്പർ ആയിട്ട് നടക്കാണ്ട് ഓർഗൻസിലൊന്നും ബ്ലഡ് ഫ്ലോ നടക്കില്ല എന്നുള്ളതാണ്. സോ ടൈപ്പ് ഓഫ് ഹാർട്ട് ഫെയിലിയേഴ്സ് നോക്കാം. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഇതങ്ങനെ കാര്യമായിട്ട് പഠിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. സോ ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ ഉണ്ട്. സോ റൈറ്റ് സൈഡ് ഉണ്ട്. സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ ഉണ്ട്. ഡയസ്റ്റോളിക് ഉണ്ട്. ലെഫ്റ്റ് സൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ഫിൽഡ് മേ ബാക്കപ്പ് ഇൻ യുവർ ലങ് കോസിങ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. ലങ്സിലേക്കാണ് കൂടുതലും ലെഫ്റ്റ് സൈഡിലേക്ക് പോവുക. സോ നിങ്ങൾക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥ. ഇനി റൈറ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ എവിടെയാണ്, അബ്ഡമൻ ആണ്. ലെഗ്, ഫീറ്റ് ഒക്കെ സ്വെല്ല് ചെയ്യും. ഇനി സിസ്റ്റോളിക് ആണ് എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ കനോട്ട് കോൺട്രാക്ട് വിഗറസ്ലി ഇൻഡിക്കേറ്റിംഗ് എ പമ്പിംഗ് പ്രോബ്ലം ആണ് ഉണ്ടാവുക. ലെഫ്റ്റ് വെൻട്രിക്കിളിനെ ബാധിക്കുക. ഡയസ്റ്റോളിക് ആണെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ കനോട്ട് റിലാക്സ് ആണ്, അല്ലെങ്കിൽ ഫുള്ളി ഫില്ലാവാൻ പറ്റില്ല, ആൻഡ് ഫില്ലിംഗ് പ്രോബ്ലം ഉണ്ടാവും. സോ ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, സത്യം ക്ലിനിക്കിലാണ്, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. സോ ബേസിക്കലി കൺജക്റ്റീവ് ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ഹാർട്ട് ഡിഫക്റ്റ് നമുക്ക് ജനിക്കുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷവുമാണ് നമ്മൾ കണ്ടുപിടിക്കുക. ലൈക്ക് നിങ്ങൾക്ക് അറിയാം, കുഞ്ഞു കുട്ടിയൊക്കെ ജനിക്കുമ്പോൾ ഹാർട്ടിൽ ഹോള് വന്ന് ജനിച്ചു, അല്ലെങ്കിൽ പമ്പിംഗ് കപ്പാസിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് കുറവാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കണ്ടീഷൻ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. സോ ഇതൊക്കെ വായിക്കേണ്ടത് മാത്രമേ ഉള്ളൂ, അധികമൊന്നുമില്ല. സോ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ പറയുന്നുണ്ട് ടാക്കിക്കാർഡിയ, എഡിമ ആൻഡ് മസിൽ വാസ്റ്റിംഗ്, പിന്നെ വീസിങ്, തേർഡ് ഹാർട്ട് സൗണ്ട്, പിന്നെ
ഹെമറ്റോമെഗാലി ആൻഡ് പൾസ് ഓൾട്രേഷൻ ഒക്കെയാണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. സോ ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് എക്സ്ട്രാ ടോപ്പിക് ആണ് കേട്ടോ. സോ കൊടുക്കുന്ന ഡ്രഗ്സിന് എക്സാമ്പിൾ ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, കാൽഷ്യം ചാനൽ വാസോഡൈലേറ്റേഴ്സ്, ഡയൂറട്ടിക്, ആൻജിയോടെൻസിന്, പിന്നെ സിമ്പത്തറ്റിക് ഇൻഹിബിറ്റേഴ്സുകൾ. സോ ഇത് ഡ്രഗ്സിന്റെ ആണ്. സോഡിയം നൈട്രോപ്രസിൽ എത്ര ഡോസ് കൊടുക്കണം, ലൊസാർണിങ് എത്ര ഡോസ് കൊടുക്കണം, വെരാപ്പമിലെങ്കിൽ എത്ര ഡോസ് കൊടുക്കണം. സോ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് കണ്ടീഷൻ എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി, ഡ്രഗ്സ് ഏതൊക്കെയാണ് കൊടുക്കുന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ. ഒരു ഭയങ്കര സിമ്പിൾ ക്ലാസ് ആണ്. പിന്നെ നമ്മൾ പറയുമ്പോഴാണ് കുറച്ചൊന്ന് വലിയ എക്സ്പ്ലെയിൻഡ് ആയി പോകുന്നത്. സോ ആകപ്പാടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കേണ്ടത്, കാര്യമായിട്ട് നോക്കേണ്ട, ഓടിച്ച് നോക്കിയാൽ മതി. കാരണം നമ്മൾ അവിടെ പറഞ്ഞ സെയിം ഡ്രഗ്സും കാര്യങ്ങളും തന്നെയാണ്. സോ ഒരു കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിന്റെ മാത്രമേ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓടിച്ച് നോക്കേണ്ടി വരുള്ളൂ, ബാക്കിയെല്ലാം ഭയങ്കര സിമ്പിൾ ആണ്. സോ ഇത്രയേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് ഇടണം. ബൈ ദ ബൈ കംപ്ലീറ്റ് CVS കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.